പുതുമയോടുള്ള ആളുകളുടെ കൗതുകം കൊണ്ടാകാം. പുതിയ ഭാഷ പഠിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഡുവോലിംഗോ ഇന്ന് ലോകം അറിയപ്പെടുന്ന ബ്രാൻഡുകളിൽ ഒന്നാണ്. നിലവിൽ 40-ലധികം ഭാഷകൾ പഠിക്കാൻ കഴിയുന്ന എല്ലാവർക്കും സൗജന്യമായും രസകരമായും ഭാഷകൾ പഠിക്കാൻ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് 2011 ഡുവോലിംഗോ ആരംഭിക്കുന്നത്. ലൂയിസ് വോണും സെവറിൻ ഹാക്കറും ആരംഭിച്ച ഡുവോലിംഗോ ഇന്ന് ഫ്രീമിയം മോഡലാണ് ഫോളോ ചെയ്യുന്നത്. അതായത് ഫ്രീ ആയിട്ട് ആപ്ലിക്കേഷൻ ഒരു പരിധി വരെ ഉപയോഗിക്കാൻ കഴിയുകയും കൂടുതൽ ഫീച്ചേഴ്സിന് പണം ഈടാക്കുകയും ചെയ്യുന്നു. എന്താണ് ഡുവോലിംഗോയുടെ ബ്രാൻഡ് സക്സസിന് പിന്നിലെ കാരണം? ഗെയിമിഫിക്കേഷൻ അഥവാ ഭാഷ പഠിപ്പിക്കുന്നത് ഒരു ഗെയിം സ്വഭാവത്തിലേക്ക് അവർ കൊണ്ടുവന്നു. നമ്മുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എന്ത് തന്നെയാണെങ്കിലും അതെങ്ങനെ കസ്റ്റമറിലേക്ക് പ്രസന്റ് ചെയ്യുന്നു എന്നത് ഒരു ബ്രാൻഡിന്റെ ഗ്രോത്തിനെ തീർച്ചയായിട്ടും സ്വാധീനിക്കും. ഡെയിലി സ്ട്രീക്സ്, ലീഡർ ബോർഡ്, അച്ചീവ്മെന്റ് ബാഡ്ജസ് ആൻഡ് ബിഗ് സൈസ് ലെസൺസ് തുടങ്ങിയ ഫീച്ചേഴ്സ് യൂസ് ചെയ്ത് ഒരു ഗെയിമിംഗ് രീതിയിൽ ആളുകളുടെ എൻഗേജ്മെന്റ് കൂട്ടുന്നതിൽ അവർ വിജയിച്ചു. കൂടാതെ മൊമെന്റ് മാർക്കറ്റിംഗ് സാധ്യതകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ടിക്ടോക്ക് പോലുള്ള സോഷ്യൽ മീഡിയകളിൽ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പുവരുത്തി. എന്നാൽ സോഷ്യൽ മീഡിയയിൽ മാത്രം ഒതുങ്ങാതെ യൂസേഴ്സിന്റെ ലേണിംഗ് ജേർണി പറയാനായി കോണ്ടന്റ് മാർക്കറ്റിംഗിന്റെ സാധ്യതകളും പ്രയോജനപ്പെടുത്തി. ബേസിക് ഫീച്ചറുകൾക്കപ്പുറം ആളുകളുടെ പെയിൻ പോയിന്റ്സ് അഡ്രസ് ചെയ്തുകൊണ്ടുള്ള പെയ്ഡ് ഓപ്ഷൻ വന്നതോടെ ഡുവോലിംഗോ കൂടുതൽ ആളുകളിലേക്ക് എത്തിപ്പെട്ടു. വലിയൊരു ബ്രാൻഡിന്റെ സക്സസ് സ്റ്റോറി മുഴുവനായിട്ട് ഒരു കുഞ്ഞു വീഡിയോയിൽ പറയുന്നത് സാധ്യമല്ല. എന്നാൽ ഒരു ബിസിനസ്സിന് ബ്രാൻഡിംഗ് ആൻഡ് മാർക്കറ്റിംഗ് എത്രമാത്രം യൂസ്ഫുൾ ആണെന്ന് ഇത്തരത്തിലുള്ള ബ്രാൻഡ്സിന്റെ സ്ട്രാറ്റജീസിലൂടെ മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾക്കറിയാൻ ആഗ്രഹമുള്ള ബ്രാൻഡുകളുടെ കഥ ഏതെന്ന് കമന്റ് ചെയ്യൂ.